കോടികൾ വിലമതിക്കുന്ന കടൽവെള്ളരി വേട്ട കേസുകളിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. ലക്ഷദ്വീപ് കവരത്തി PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2 കേസുകളിലായി 4 പ്രതികളാണ് ഉള്ളത്. ലക്ഷദ്വീപിൽ നിന്നും കവരത്തി വനംവകുപ്പ് 254 കിലോ വെള്ളരി പിടികൂടിയിരുന്നു. മുഖ്ബിൽ എന്നയാളിൽ നിന്ന് 52 കിലോ വെള്ളരിയും പിടിച്ചെടുത്തിരുന്നു. ഈ 2 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2021 വനംവകുപ്പ് കേസിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇഡി അന്വേഷണം. CBIയും അന്വേഷണം നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതാണ് ഷെഡ്യൂൾ 1 വിഭാഗത്തിൽപ്പെട്ട ജീവിയായ കടൽവെള്ളരി. 1 കിലോഗ്രാം ഉണങ്ങാത്ത കടൽവെള്ളരിക്ക് 50,000 രൂപയിലധികം വിലയുണ്ട്. ഭക്ഷണത്തിനും മരുന്നുകൾക്കുമായാണ് വ്യാപകമായി കടൽവെള്ളരി വേട്ടകൾ നടന്നിരുന്നത്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ കുമാർ മോശയ്ക്കായിരുന്നു അന്വേഷണ ചുമതല. കവരത്തി PMLA സ്പെഷ്യൽ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇഡിക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷാണ് ഹാജരായത്. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 1-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന കടൽ ജീവിയാണ് കടൽവെള്ളരി. ഇവയെ വേട്ടയാടുന്നതും പിടികൂടുന്നതും ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കടൽവെള്ളരി കച്ചവടവും കച്ചവട ആവശ്യത്തിന് കൈവശം വയ്ക്കുന്നതും അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരവും കുറ്റകരമാണ്. ആഴക്കടലിൽ പൗഴപ്പുറ്റിനൊപ്പം കാണപ്പെടുന്ന കടൽവെള്ളരി ആവാസ വ്യവസ്ഥ നിലനിർത്താനും പ്രധാനമാണ്. ജനം, കൊച്ചി.